എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ വാഹനം പഠിച്ച ലൈസൻസ് ഒക്കെ എടുത്ത ആൾക്കാർക്കും വാഹനം ഓടിക്കുവാൻ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ വാഹനം ഓടിച്ച് പേടി മാറ്റുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തോടുകൂടി നമുക്ക് കാർ ഓടിക്കുവാനുള്ള ഭയം പൂർണ്ണമായിട്ടും മാറ്റാം. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നിർത്തണം, അതിനെന്ത് ചെയ്യണം, അതുപോലെ തന്നെ വാഹനം മുന്നോട്ട് എങ്ങനെ ഓഫ് ആകാതെ എടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഈ പേടി മാറുവാൻ വേണ്ടി അറിയേണ്ടതുണ്ട്. ഏറ്റവും ആദ്യം നമ്മുടെ കാലൊന്ന് ബ്രേക്കിൽ വരുന്നു, അതിനുശേഷം ക്ലച്ച് ചവിട്ടി വാഹനത്തിന്റെ ഗിയർ ന്യൂട്രാക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് കിടന്നത്, ന്യൂട്രാക്കി ക്ലച്ചിൽ നിന്ന് കാല് മാറ്റുന്നു, ബ്രേക്കിൽ മാത്രം കാല് വെച്ചുകൊണ്ട് ഓക്കെ, ഇപ്പൊ വാഹനം സ്റ്റാർട്ടായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കണം, അതിന് ഫസ്റ്റ് ഗിയർ കൊടുക്കണം. അതിന് നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി വാഹനം മുന്നോട്ട് എടുക്കാൻ നമ്മൾ പഠിക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ചിൽ നിന്ന് കാൽ ഇങ്ങോട്ട് അയക്കുകയും ആക്സിലറേറ്റർ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യണം. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഞാൻ ക്ലച്ചിൽ നിന്ന് മാക്സിമം സ്ലോയിൽ കാല് ചെറുതായിട്ട് അയക്കുകയാണ്. ഇപ്പൊ വാഹനത്തിന് ചെറിയ റണ്ണിങ് വരുന്നുണ്ട്, ഞാൻ ആക്സിലറേറ്ററും കൊടുത്തു. ഇപ്പൊ വാഹനം മുന്നോട്ട് നീങ്ങി. ഇനി വാഹനം നിർത്താൻ നേരത്തെ എന്ത് ചെയ്യണം? ക്ലച്ച് ഫുൾ അങ്ങ് ചവിട്ടി കൊടുക്കുക, ബ്രേക്ക് വരിക. ഇത് നിങ്ങൾ നിരന്തരമായിട്ടും പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ വീടിന്റെ മുന്നിൽ. അപ്പൊ നിങ്ങൾക്ക് വാഹനം മുന്നോട്ട് എടുക്കുവാനും വാഹനം നിർത്തുവാനുമുള്ള പേടി മാറും. കാരണം നിങ്ങൾ ആ കാര്യം അങ്ങോട്ട് പഠിക്കും. ആ കാര്യം പഠിക്കുമ്പോൾ ആ പേടി അങ്ങ് മാറും. ഇനി ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ ഉള്ളിലുള്ള മിറർ എല്ലാം കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പുറകിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വാഹനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണം. അപ്പോൾ വാഹനത്തിന്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഔട്ടർ റിയർ വ്യൂ മിറർ രണ്ട് സൈഡിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വാഹനം മുന്നോട്ട് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ബാക്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വാഹനം വരുന്നുണ്ടോ, മുന്നിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വാഹനം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വാഹനം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ വാഹനത്തിന്റെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. നമ്മൾ വാഹനം ഇപ്പോൾ റൈറ്റിലേക്കാണ് കയറുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വാഹനം കിടക്കുന്നത്. എന്നാൽ നമ്മൾ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാക്സിമം സ്ലോയിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുകയും അതോടൊപ്പം തന്നെ ആക്സിലറേറ്റർ മാക്സിമം സ്ലോയിൽ മുന്നോട്ടും കൊടുത്ത് വാഹനം എടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ പേടി മാറാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും മെയിൻ റോഡിൽ പ്രാക്ടീസ് ചെയ്യരുത്. മെയിൻ റോഡിൽ പ്രാക്ടീസ് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ പിന്നിലെ കാര്യം വേറൊന്നും കൊണ്ടുമല്ല. മെയിൻ റോഡിൽ വാഹനത്തിന് പോകുവാനുള്ള റോഡിന് നല്ല വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും മെയിൻ റോഡിൽ വാഹനം കൊണ്ടുപോകുമ്പോൾ. വണ്ടിയുടെ ഒരു പ്രശ്നം മാത്രമാണ് നിങ്ങളെ ബാധിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരു ചെറിയ റോഡുകളിലാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു ചെറിയ റോഡിലൂടെയാണ് വാഹനം ഓടിക്കുന്നത്. ഇങ്ങനെയുള്ള റോഡിൽ പോകുന്ന സാഹചര്യങ്ങളിൽ ചെറിയ കുണ്ടും കുഴികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ റോഡുകളിലൂടെ ഓടിക്കുക. ചെറിയ റോഡുകളിലൂടെ ഓടിക്കുമ്പോൾ ഇപ്പം കണ്ടില്ല, ഒരു ഓട്ടോ ഓപ്പോസിറ്റ് വന്നു, അതിന് പോകാൻ ഒരു ചെറിയൊരു സ്പേസ്, നമ്മുടെ വണ്ടിക്ക് പോകാൻ ഒരു സ്പേസ് മൊത്തത്തിലുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ഓടിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണ കിട്ടും. ഏറ്റവും കൂടുതൽ പാട് ചെറിയ പോക്കറ്റ് റോഡിലൂടെ വാഹനം ഓടിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പേടി മാറുവാൻ ഇതുപോലെയുള്ള ഒരു റോഡിലൂടെ വാഹനം ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂട്ടത്തിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറെയും കൂടെ വെച്ചേക്കുക. സ്വയമല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒരാളെ കൂട്ടത്തിൽ ചുമ്മാ ഇരുത്തിയേക്കുക. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സഹായത്തിന്. ഓക്കെ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ പോകുന്നു. ഇനി ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കാൻ പോവുകയാണ്. സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോഡ് സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം ആക്സിലറേറ്റർ നല്ല രീതിയിൽ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ വാഹനത്തിന് റണ്ണിംഗ് ഉണ്ട്, ഞാൻ ക്ലച്ച് ഫുള്ള് ചവിട്ടി സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. പിന്നെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗിനാണ്. പേടി മാറുവാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോൾ ആണ്. കൂടുതൽ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം കൊടുക്കുക, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക. തുടക്കത്തിൽ എല്ലാ ഗിയറും മാറിയില്ലേലും കുഴപ്പമില്ല. പേടി മാറുവാൻ വേണ്ടി ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗം. നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഗിയറിൽ പോകുക. മാക്സിമം നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുക. ഓക്കെ, ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. സ്റ്റിയറിംഗ് ഇടത്ത് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇപ്പൊ മുന്നമേ ഒരു കയറ്റം വന്നു. കയറ്റം കയറിയിട്ട് എനിക്ക് ടേൺ ചെയ്ത് മേളിലേക്കാണ് കയറേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കയറ്റം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുത്തേക്ക്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ ഇവിടുന്ന് കൊടുത്തു. ആ മുന്നിലായിട്ടാണ് എനിക്ക് ടേൺ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ തുടക്കക്കാരായ ഒരാളാണെങ്കിൽ നിങ്ങൾ വാഹനം ഓഫ് ആകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഒരു ടേണിംഗ് ആണ്, നല്ലൊരു ടേൺ ആണ്. തിരിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ വാഹനം വന്നതിന് ശേഷം മാത്രം തിരിയുക. അപ്പൊ ആക്സിലറേറ്ററിന്റെ ഒരു കൺട്രോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ കണ്ടില്ല, ഇപ്പൊ ഞാൻ ടേൺ തിരിഞ്ഞ് കയറുകയാണ്. ഇപ്പൊ ഞാൻ താഴെ നിന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തോണ്ട് എനിക്ക് വാഹനം ഓഫ് ആകാതെ കയറുവാനായിട്ട് സാധിച്ചു. വീണ്ടും ഞാൻ ഇത് ഫസ്റ്റ് ഗിയറിൽ ഒരു കയറ്റമാണ് കയറി പോകുന്നത്. ചെറിയ പോക്കറ്റ് റോഡാണ്.
ഓപ്പോസിറ്റ് എപ്പോൾ വേണേലും വണ്ടി വരും. അതുകൊണ്ട് മാക്സിമം ലെഫ്റ്റ് സൈഡ് എന്റെ സൈഡ് ചേർന്ന് ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. മറ്റ് ഗിയറുകളൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യുക. ഓക്കെ. ഇനി കയറ്റത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് വാഹനം വരുന്നില്ല, പിന്നിൽ നിന്ന് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ ആക്സിലറേറ്റർ നല്ല രീതിയിൽ കൊടുക്കുക. വാഹനത്തിന് ഒരു റണ്ണിങ് ഇപ്പോൾ ഞാൻ ആക്സിലറേറ്റർ കൊടുത്തു, വാഹനത്തിന് റണ്ണിങ് ആയി, ആക്സിലറേറ്റർ കുറയുന്നു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുന്നു. ഓക്കെ. ഇപ്പൊ വാഹനം സെക്കൻഡ് ഗിയറിലാണ് കയറി പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറ്റത്ത് ഗിയർ പെട്ടെന്ന് ഇടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ആക്സിലറേറ്ററും കൊടുത്തിട്ടുണ്ട്. മാക്സിമം ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് പോകുന്നു. ഇത് കണ്ടില്ല, ഇപ്പൊ ചെറിയ വാഹനങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ റോഡിന് കുണ്ടും കുഴിയുള്ള റോഡിലേക്ക് ഞാനിപ്പോ വരുവാണ്. ഇപ്പൊ മുന്നിലായിട്ട് ചെറിയ കുണ്ടും കുഴികളും കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുന്നമേ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുത്തേക്കുക. അപ്പൊ ക്ലച്ച് ഫുള്ള് ചവിട്ടി ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് മാക്സിമം സ്ലോയിൽ കാലയക്കുന്നു. വാഹനം റണ്ണിങ് ഉണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കാൻ പാടില്ല. അപ്പൊ വാഹനത്തിന് ചെറിയ റണ്ണിങ് ഉണ്ട്, അപ്പൊ ആക്സിലറേറ്ററിന്റെ ആവശ്യമില്ല. വീണ്ടും റണ്ണിങ് കുറഞ്ഞു ആക്സിലറേറ്റർ ഞാൻ വീണ്ടും കൊടുക്കുകയാണ്. വീണ്ടും നിങ്ങൾ കുണ്ടും കുഴിയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ തന്നെ ഫസ്റ്റ് ഗിയറിൽ പോകുക. മറ്റ് ഗിയറുകളൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് വാഹനം ഓടിക്കുവാനുള്ള പേടി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ടത് നിങ്ങൾക്കാവുന്ന ഗിയറിൽ വാഹനം കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് കൊണ്ടുപോവുക, സ്റ്റിയറിംഗ് കൺട്രോൾ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ തേർഡ് ഗിയർ വരെ ആയിരിക്കും മാക്സിമം ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓടിക്കാനായിരിക്കും നിങ്ങൾക്ക് ആദ്യമൊക്കെ കംഫർട്ട്. അങ്ങനെ തന്നെ നിങ്ങൾ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു 3, 4, 5 ദിവസം നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ വാഹനം ഓടിക്കുവാനുള്ള പേടി ഒരു പരിധിവരെയൊക്കെ മാറിക്കിട്ടും. ഈ പേടിയൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾ പിന്നീട് 4th ഗിയറും 5th ഗിയറും ഒക്കെ ഇട്ട് വാഹനം ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു തിരക്കുള്ള റോഡിൽ ഓടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ പോക്കറ്റ് റോഡിൽ, കുണ്ടും കുഴിയുള്ള ചെറിയ പോക്കറ്റ് റോഡുകളിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുവാണെങ്കിൽ നിങ്ങൾ പലതവണ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇടയ്ക്ക് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരും. അപ്പോൾ ചെറിയ വഴികളാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. നിങ്ങളൊരു വാഹനം ഓടിക്കുമ്പോൾ പേടി മാറാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പതിവ് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ ഫേസ്ബുക്കിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. FBയുടെ ലിങ്ക്, ഫേസ്ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.